ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോൾ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയമായി, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും ഇപ്പൊ പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചു തന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ ഉളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്തത്? അല്ല സലീമിന് അറിയാമല്ലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ, അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ്. ഇപ്പൊ പോയിട്ടോ, കറണ്ടൊക്കെ അടുപ്പിച്ച് പോയി, ആള് പോയി. പിന്നെ അതൊരു 2 ആഴ്ചയായിട്ടുള്ളൂ, ഒരാഴ്ച 1 മാസമായിട്ടുള്ളൂ. വേറെ ഒരു വാർത്ത വന്നത്. വാർത്തയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോ പി രാജീവ് അദ്ദേഹത്തിനോട് എന്ന് പറഞ്ഞു, ഒരു വ്യവസായി വന്നുണ്ട് കേരളത്തിൽ പണം മുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ മുഖ്യമന്ത്രി വിചാരിച്ചു വളരെ നിസ്സാരമല്ല, പൈസ മുടക്കാൻ വേണ്ടി വന്നേന്ന് വിചാരിച്ചു. അങ്ങനെ ഈ വ്യവസായി വന്നു. ഈ വ്യവസായിക്ക് പേരില്ല കേട്ടോ, പേര് പറയില്ല പുള്ളി. പയ്യനും പേരും അഡ്രസ്സൊന്നുമില്ല, വ്യവസായിക്കും പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പൊ ആ വ്യവസായി വന്നു. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഞെട്ടി, മുഖ്യമന്ത്രി ഞെട്ടിയിട്ട് ചോദിച്ചു, എന്താണ് ഈ കേരളത്തിൽ 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, വ്യവസായ സൗഹൃദം ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല, ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? അപ്പോ ഇത് കേട്ടപ്പോൾ ഞാൻ വീണ്ടും ഇയാളെ അന്വേഷിച്ചു തന്നു. അയാൾ അന്വേഷിച്ച് ചെന്നപ്പോ അയാള് നമ്മുടെ പയ്യൻ കിടന്നില്ലേ, അതിന്റെ ഇപ്പുറത്തെ വാർഡിൽ. അങ്ങനെ ഇല്ലാത്ത കഥകള്. അപ്പൊ ഡോക്ടർ പറയണ്, മൂലമറ്റത്തുനിന്നുള്ള പവർ വെച്ച് ഷോക്ക് കൊടുത്തിട്ട് തീർന്നില്ല, ഇനി കഠിനംകുളത്തുനിന്ന് മറ്റേ താപനിലയത്തിൽ നിന്ന് വൈദ്യുതി വന്നാല ഇയാളുടെ ഇത് ഭ്രാന്തി മാറുള്ളൂ എന്ന് പറയാം. അങ്ങനെ ഓരോ ദിവസം തോറും ഓരോ തള്ളു. കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്ളു. നിങ്ങളൊക്കെ കേട്ട് കാണും, മെസ്സി വരും കേട്ടോ, മെസ്സി ഇവിടെ വരും, കലൂർ സ്റ്റേഡിയത്തിൽ വരും. കലൂർ സ്റ്റേഡിയത്തിൽ വന്നിട്ട് കൈരളി TV-യിൽ കോമഡി ഷോ അവതരിപ്പിക്കും. അങ്ങനെ പല ഇതുണ്ടായിരുന്നു. അവിടെ പണിയുന്നു, ഇവിടെ പണിയുന്നു. അപ്പോ മെസ്സി ഇവിടെ ഇന്ത്യയിൽ വരികയും ചെയ്തു. ആന്ധ്രാപ്രദേശിൽ വന്നു, ബോംബെയിൽ വന്ന്, ഡൽഹിയിൽ വന്നു. അപ്പൊ ഞാൻ മെസ്സിനോട് ചോദിച്ചു, മെസ്സി എന്താണ് കാരണം, താൻ ബോംബെയിൽ വന്ന്, ഹൈദരാബാദിൽ വന്ന്, ഡൽഹിയിൽ വന്ന്, ഞങ്ങളുടെ കേരളത്തിൽ വരാൻ എന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ വേറൊന്നും വിചാരിക്കരുത്, കേരളീയരോട് ഒരു ദേഷ്യമില്ല, എനിക്ക് 8 ബാലൻഡർ പുരസ്കാരമുണ്ട്. ബാലൻഡർ പുരസ്കാരം അറിയാലോ, ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അത് 8 സ്വർണ്ണ പന്തുകളാണ്. അയ്യപ്പസ്വാമിയുടെ സ്വർണം കെട്ട യോമാരി എന്റെ ബാലൻഡർ പുരസ്കാരം വെറുതെ വെക്കുമെന്ന് ചേർന്ന് തോന്നുന്നുണ്ട? അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരുണ്ട് LDF അല്ലാതെ? അപ്പൊ മെസ്സിയോട് നിങ്ങൾക്കൊന്നും തോന്നരുത്, അദ്ദേഹം പാവമാണ്. പിന്നെ എൻ്റെ ഒരു ശിഷ്യനായ രമേശ് പിഷാരടി പാലക്കാട് ഇലക്ഷൻ നിൽപ്പുണ്ട്. എനിക്ക് വലിയ സംശയമായിരുന്നു, ജയിക്കുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ തന്നെ നിൽക്കുന്നതിന് തുല്യമായിട്ടാണ്. ഇപ്പൊ എനിക്ക് ഉറപ്പായി അവൻ വമ്പിച്ച ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന്. കാരണം തോമസ് ഐസക് ഡോക്ടറാണ് പറഞ്ഞെന്താ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ അധികാരത്തിലേക്കുമ്പോ അമേരിക്കൻ CIA വന്ന് രഹസ്യ ചാരന്മാര് വന്ന് അന്വേഷിച്ചപ്പോ അതൊരു നാടകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറ്റിയെന്നാണ് ഈ ചാര സംഘടന അവരോട് ഒന്ന് റിപ്പോർട്ട് കൊടുത്തത്. ആ കലാകാരന്മാരെ കോമാളി എന്ന് വിളിച്ചത്. കലാകാരന്മാർ ഇപ്പൊ അവർക്ക് കോമാളികളായി മാറി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇങ്ങനൊരു ഡോക്ടറല്ലേ, ഈ സാക്കള് തള്ളമാര് ധനതത്വശാസ്ത്രത്തിൽ ഡോക്ടറാണെന്നാണ് ആള്. അപ്പൊ അങ്ങനെ ഒരാളിങ്ങനെ പറയുമോ? ഞാൻ വീണ്ടും അന്വേഷിച്ചു എന്തിലാണ് ഡിഗ്രി എന്ന്. അപ്പോഴാണ്
കയറുപിരിയിലെ തരികിടകൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഡിഗ്രി. പിന്നെ അതല്ലേ പറയാണ്ട് എന്താ ചെയ്യാ? അപ്പോ ഞാനത് ഇനിയും ഹൈബി പ്രസംഗിക്കാനുണ്ട്, ഒരുപാട് പേര് പ്രസംഗിക്കാനുണ്ട്. അപ്പോ ഇത്രയും കാലം സതീശൻ ചേട്ടനെ നമ്മൾ വിട്ടത് ഒരു MLA ആയിട്ടായിരുന്നു. ഇനി കേരളം നയിക്കാനായിട്ടുള്ള ഒരാളായിട്ടാണ് പദവും നയിക്കേണ്ടത്. അപ്പൊ ശക്തമായ ഭൂരിപക്ഷം, ഞാൻ എന്നൊന്നും പറയുന്നില്ല, നമ്മളെക്കാൾ ആവുന്ന രീതിയിലുള്ള ഭൂരിപക്ഷം കൊടുത്ത് അദ്ദേഹത്തെ വൻപിച്ച വോട്ടിന് ജയിപ്പിക്കണം. മാത്രമല്ല UDF അധികാരത്തിൽ വരും എന്നെനിക്ക് 101% ഉറപ്പുണ്ട്. ജയ് ഹിന്ദ്.